ശിവചൈതന്യം പ്രകാശരൂപത്തിൽ ആവാഹിച്ച 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം സ്കന്ദപുരാണത്തിലെ പ്രഭാസ്കാണ്ഡത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ ഐതിഹ്യം ഇങ്ങനെയാണ്. ചന്ദ്രദേവൻ ദക്ഷരാജാവിൻ്റെ അതിസുന്ദരികളായ 27 പെൺമക്കളെ വിവാഹം കഴിച്ചുവത്രേ. എന്നിരുന്നാലും അതിൽ രോഹിണി എന്ന ദക്ഷപുത്രിയോടായിരുന്നു ചന്ദ്രന് കൂടുതൽ ഇഷ്ടം. കാലക്രമേണ ഈ ഇഷ്ടം വളർന്ന് ശക്തമാവുകയും ചന്ദ്രൻ മറ്റ് 26 പേരെ അവഗണിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിൽ ദുഃഖിതരായ അവർ തങ്ങളുടെ പിതാവായ ദക്ഷരാജാവിനെ സമീപിച്ച് പരാതിപ്പെട്ടു. ദക്ഷൻ ചന്ദ്രനെ വിളിച്ച് ഉപദേശിച്ചെങ്കിലും അത് ചെവികൊള്ളുവാൻ ചന്ദ്രൻ തയ്യാറായില്ല. ഇതിൽ കുപിതനായ ദക്ഷൻ ചന്ദ്രൻ്റെ വലിപ്പം കുറഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചു. ശാപവിവരമറിഞ്ഞ് ചന്ദ്രനും മറ്റു ദേവകളും ശാപമോക്ഷം തേടി ബ്രഹ്മാവിനെ സമീപിച്ചത്രേ. പ്രഭാസ് ക്ഷേത്രത്തിൽ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുവാനായിരുന്നു ബ്രഹ്മാവ് അവർക്ക് നൽകിയ ഉപദേശം. 6 മാസത്തോളം നീണ്ട കഠിന തപസ്സിനൊടുവിൽ പരമശിവൻ ചന്ദ്രന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. 15 ദിവസങ്ങളോളം ശരീരം ക്രമേണ ക്ഷയിച്ചുവെന്ന് അദൃശ്യമാകുമെന്നും പിന്നീടുള്ള 15 ദിവസം ശരീരം അല്പാൽപമായി വളർന്ന് പൂർണ്ണരൂപം പ്രാപിക്കുമെന്നും ശിവൻ വരം നൽകി. ശാപത്തിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞതിൽ ചന്ദ്രനും മറ്റ് ദേവകളും ഏറെ സന്തോഷിക്കുകയും നന്ദി സൂചകമായി അവിടെ ഒരു തടാകം നിർമ്മിക്കുകയും ചെയ്തു. അതിനിടയിൽ ചന്ദ്രൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ സോമേശ്വരൻ അഥവാ ചന്ദ്രൻ്റെ ഈശ്വരൻ എന്ന പേര് സ്വീകരിക്കുകയും ഈ തടാകം സോമേശ്വർ കുണ്ഡ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ചന്ദ്രൻ തന്നെ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചു. പിന്നീട് ത്രേതായുഗത്തിൽ രാവണനും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനും ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. നിരവധി വൈദേശിക അധിനിവേശ ശക്തികൾ ഈ ക്ഷേത്രത്തെ ആക്രമിച്ചിട്ടുണ്ട്. പലപ്പോഴായി ക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കുകയും വിലപിടിപ്പുള്ള പല വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷമെല്ലാം പലതവണകളായി ഇത് പുനരുദ്ധാരണം നടക്കുകയും ഈ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചു. 1951 മെയ് 11 ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. സോമനാഥ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ യാത്ര അവിടം കൊണ്ട് മാത്രം ഒതുക്കരുത്. നിരവധി പുണ്യസ്ഥലങ്ങളാണ് ഇതിന് സമീപത്തായി ഉള്ളത്. 18 സ്തംഭങ്ങളിലായി ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങൾ ആലേഖനം ചെയ്ത ഗീതാ മന്ദിർ, ലക്ഷ്മി നാരായൺ ക്ഷേത്രം എന്നിവ അടങ്ങിയ സമുച്ചയം സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും വളരെ അടുത്താണ്. പരശുരാമൻ ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ്സിരുന്നതും ശിവൻ പ്രത്യക്ഷനായി ക്ഷത്രിയ നിഗ്രഹത്തിലൂടെ വന്നു ചേർന്ന പാപങ്ങളിൽ നിന്നും മോചനം നൽകിയതും ഇവിടെയുള്ള ത്രിവേണി സംഗമത്തിനടുത്താണ്. ഇന്ന് അവിടെ ഒരു പരശുരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കലിബ, ഹിരൺ, സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമമാണ് ത്രിവേണി സംഗമം. ഈ നദികൾ കടലിൽ ചേരുന്നതും ഇവിടെ വെച്ചാണ്. സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയാണ് ശശിഭൂഷൺ മഹാദേവ് ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ആൽമരക്കൊമ്പിലിരുന്ന വേണുവൂതിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ കണ്ട് പക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് വേടൻ ശരമെയ്തതും ഇവിടെ വെച്ചായിരുന്നു അത്രേ. വേണീശ്വർ മഹാദേവ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു ആകർഷണം. മുഹമ്മദ് ഖസ്നിയുടെ ആക്രമണത്തിനിടയെ ക്ഷേത്ര ദർശനത്തിനെത്തിയ വേണി രാജകുമാരിയെ ഖസ്നിയുടെ സൈനികർ പിടികൂടാൻ ശ്രമിച്ചുവെന്നും അപ്പോൾ ശിവലിംഗം 2ആയി പിളർന്ന് രാജകുമാരിയെ അതിനുള്ളിലേക്ക് എടുത്തു എന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് വേണീശ്വരൻ എന്ന പേർ ലഭിച്ചത്. ജാതിഭേദമന്യേ എല്ലാവർക്കും ക്ഷേത്രം സന്ദർശിക്കാൻ അനുവാദമുണ്ട്. ഹിന്ദുമത വിശ്വാസികളായ ആർക്കും ഇവിടെ ആരാധനയും നടത്താം. പാദരക്ഷകൾ, മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ അനുവദനീയമല്ല. ക്ഷേത്ര പരിസരത്ത് പുകവലി നിരോധിച്ചിട്ടുണ്ട്. വസ്ത്രധാരണത്തിൽ പ്രത്യേക നിഷ്കർഷകളൊന്നുമില്ലെങ്കിലും മിനി സ്കേർട്ട്, ഷോർട്ട്സ്, സ്ലീവ്ലെസ് ടീഷർട്ടുകൾ തുടങ്ങിയ വസ്ത്രങ്ങൾ അനുവദനീയമല്ല. ഫോട്ടോഗ്രാഫിയും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 9:30 മണി വരെയാണ് ക്ഷേത്രത്തിനകത്ത് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത്. രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 7 മണിക്കും ആരതി ഉണ്ടായിരിക്കും. രാത്രി 8 മണി മുതൽ 9 മണി വരെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈറ്റ് ആൻഡ് ഷോയും ഇവിടെയുണ്ട്. ശ്രാവണ മാസമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും പുണ്യമായി കരുതുന്ന സമയം.
കൂടാതെ ശിവരാത്രി, ഗോലോകോത്സവ്, കാർത്തിക പൂർണിമ, സോമനാഥ് സ്ഥാപൻ ദിവസ് എന്നിവയും ഏറെ ഭക്തരെത്തുന്ന ദിവസങ്ങളാണ്. കാർത്തിക പൗർണമിക്ക് 5 ദിവസമാണ് പ്രത്യേക പൂജയുള്ളത്. രാജ്കോട്ട്, ഡിയു, അഹമ്മദാബാദ് നഗരങ്ങളിൽ നിന്നും റോഡ് മാർഗവും റെയിൽ മാർഗവും ഇവിടെ എത്താം. സോമനാഥ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. ഡിയു വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഇവിടെ നിന്നും 85 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിവിധ ബജറ്റിലുള്ള നിരവധി ഹോട്ടലുകൾ താമസത്തിനായി ഇവിടെ ലഭ്യമാണ്. ഇനിയും കൂടുതൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.